ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയുക, അദ്ദേഹം ഇല്ലാത്ത സമയത്ത് പറയുക, അതാണ് ഗീബത്ത്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, ഒരാളിലുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞങ്ങൾ പറഞ്ഞാൽ അത് ഗീബത്താകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് ഗീബത്ത്. ഒരാളിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവത്തിലുള്ള ഒരു കാര്യം അത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ, അദ്ദേഹം ഇല്ലാത്ത സമയത്ത് പറയൽ തന്നെയാണ് ഗീബത്ത്. അല്ലാതെ ഒരാളിൽ ഇല്ലാത്ത കാര്യം പറയലല്ല, അത് കളവാണ്. ഗീബത്ത് പറഞ്ഞ ആള് ഈ പറയപ്പെട്ട ആളുകളോട് പൊരുത്തപ്പെടിച്ചാലല്ലാതെ അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. എന്ത് ചെയ്തിട്ട് ദുആ ചെയ്താലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ സാന്ദർഭികമായിട്ട് പറയുന്നു, കടം അടക്കം, കടം കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തില്ല, അങ്ങനെ കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി മരണപ്പെട്ടു പോയാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വ്യക്തികൾ തന്നെ പൊരുത്തപ്പെടിക്കണം, എന്നാലേ അല്ലാഹു തആല പൊരുത്തപ്പെടുള്ളൂ.